എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചൊല്ലുണ്ട്, കെമിസ്ട്രി ഈസ് യു ടച്ചിങ് മൈ മൈൻഡ് ആൻഡ് ഇറ്റ് സെറ്റിംഗ് മൈ ബോഡി ഓൺ ഫയർ. അതായത് നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് കയറി പറ്റാനായിട്ട് നമ്മൾ അവരുടെ മനസ്സിനെ തൊടുക. അവരുടെ മനസ്സിനെ, ഹൃദയത്തെയും നമ്മുടെ വാക്കുകൾ കൊണ്ടും ബോഡി ലാംഗ്വേജുകൾ കൊണ്ടുമൊക്കെ തൊട്ട് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് വലിയ സ്പാർക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മളോട് വലിയ ഇഷ്ടം തോന്നും, നമ്മളോട് വലിയ താല്പര്യം തോന്നും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാനായിട്ട് തുടങ്ങുന്നത്. ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമാകാനായിട്ട് തുടങ്ങുന്നത്. തൻ്റെ ഒരു പ്രിയപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ടവളായിട്ട് ആ വ്യക്തിയെ അന്ന് മുതൽ കരുതാനായിട്ടും തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റ് ഒരാളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടൊക്കെയുള്ള 5 വഴികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമായിട്ട്, ആരുടെയും മനസ്സിൽ കയറിപ്പറ്റാനായിട്ട്, ആരുടെയും ഹൃദയത്തെ കീഴടക്കാനായിട്ട് നമ്മൾ ഇന്ന് തൊട്ട് ശീലിക്കേണ്ട ഒന്നാണ് വിനയത്തോടു കൂടിയുള്ള സംസാരം. ഒരു ചൊല്ലുണ്ട്, ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് അബൌട്ട് യുവർ സെൽഫ് ബട്ട് ഇറ്റ് ഈസ് തിങ്കിങ് ഓഫ് യുവർ സെൽഫ് ലെസ്. അതായത് നമ്മൾ ആരുമല്ല, ഒന്നുമല്ല, അയ്യോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അങ്ങനെ ചിന്തിക്കുന്നതല്ല വിനയം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ കുറവ് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറച്ച് ചിന്തിക്കുന്ന അല്ല വിനയം എന്ന് പറയുന്നത്. മറിച്ച് നമ്മളെപ്പറ്റി കുറച്ച് ചിന്തിക്കുന്നതാണ്. എല്ലാവരും അവരവരെ പറ്റിയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു സംസാരത്തിലൊക്കെ നമ്മളെക്കുറിച്ച് ആയിരിക്കരുത് നമ്മുടെ ചിന്തകൾ, മറിച്ച് നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചായിരിക്കണം. അല്ല അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ല അവരെക്കുറിച്ചുള്ള ഒരു കൺസേൺ ആയിരിക്കണം നമ്മുടെ വാക്കുകളിലൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വിനയം ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയല്ല. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് വിനയം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ശരിക്കും വിനയമുള്ള വ്യക്തികൾ കൂടിയാണ്. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അഹങ്കാരം ആണ് ശരിക്കും കോൺഫിഡൻസ്, അല്ലാതെ വിനയം അല്ല. അങ്ങനെയും ചില തെറ്റിദ്ധാരണ ഉണ്ട്. ചിലർ വിചാരിക്കുന്നത് ഭയങ്കര അഹങ്കാരത്തോടു കൂടി പെരുമാറുന്നതാണ് ഈ കോൺഫിഡൻസ് ലെവൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. അഹങ്കാരം ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റികളുടെ ഒരു ലക്ഷണമേ അല്ല. ഒരുപാട് ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പം അബ്ദുൽ കലാം സാറൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമൊക്കെ എത്രയോ എളിമയോട് കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, എത്ര വിനയത്തോടു കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരു സാധനം വേണമെന്ന് പറയുമ്പം അവിടെ ആ ഇരിക്കുന്ന വ്യക്തി, അതെൻ്റെ മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ, നമ്മളോട് വളരെ റൂഡായിട്ട് പെരുമാറുകയാണെന്ന് പറയും. ആ സാധനം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൂഡായിട്ട് മനോഭാവത്തോടെ നമ്മളോട് സംസാരിക്കുന്നു എന്ന് കരുതുക. പിന്നീട് നമുക്ക് ആ കടയിൽ നിന്ന് ഒരു സാധനവും മേടിക്കാനായിട്ട് തോന്നത്തില്ല. എന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ കണ്ടിട്ടില്ലേ, അയ്യോ സാറേ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ മാഡം എന്താണ് വേണ്ടത്, അങ്ങനെ വളരെ വിനയത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ആ കടയിൽ ചെല്ലാൻ തോന്നുന്നു. അല്ലെ അവരുടെ നമുക്ക് ഇനിയിപ്പോൾ ഒരു സാധനം വേണ്ടാന്ന് വെച്ചപ്പോൾ നമുക്കത് വാങ്ങിക്കാനായിട്ടുള്ള ഒരു പ്രേരണ ലഭിക്കുന്നു. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളോട് ഒരാൾ വിനയത്തോടെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാവുന്നു, അവരോട് കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നു. അല്ലാതെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരോട് പിന്നീട് ഒരിക്കലും ആ ഒരു ധാർഷ്ട്യത്തോടെ മിണ്ടുന്നവരോട് നമുക്ക് മിണ്ടാനേ തോന്നത്തില്ല. ഇനി രണ്ടാമതായിട്ട്, ആരുടെയും മനസ്സിൽ കയറിപ്പറ്റാനായിട്ട് നമ്മൾ ശീലിക്കേണ്ട മറ്റൊരു കാര്യമാണ് വളരെ പ്രസന്നമായിട്ടുള്ള ഒരു മുഖഭാവം, അല്ലെങ്കിൽ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയ ഒരു മുഖഭാവം. എന്ന് പറഞ്ഞപ്പോഴും ഇനി ഇളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് വളരെ ഒരു പോസിറ്റിവിറ്റി തോന്നണം. നമ്മൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാണ്, സ്വസ്ഥമാണ്, വളരെ ഹാപ്പിയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള സന്തോഷം നിറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം നമ്മുടെ മുഖത്തും ശരീരഭാഷയിലും ഒക്കെ ഉള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ബസ് സ്റ്റോപ്പിലോട്ട് ബസ് കയറാനായിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു സംശയം, നമ്മൾ ഉദ്ദേശിച്ച ബസ് പോയോ, എന്നാൽ പിന്നെ ആരോടെങ്കിലും ചോദിക്കുക, അവിടെ നിൽക്കുന്നവരോട് ചോദിക്കാമെന്ന് ഓർത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കക്ഷിയാണെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ കുത്തിമാന്തി ഇങ്ങനെ നിൽക്കുകയാണ്, ഈ ലോകത്ത് നടക്കുന്നൊന്നും ആ പുള്ളി അറിയുന്നില്ല. അപ്പോൾ വേറെ ഒരു പുള്ളീനെ നോക്കുമ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ വളരെ ക്രുദ്ധമായ മുഖഭാവത്തോടെ, വളരെ രൗദ്രഭാവത്തോടെ നമ്മളെ നോക്കി ഇങ്ങനെ തുറിച്ച് നോക്കുന്നു, ഇവൻ ആരടാ എന്നുള്ള മട്ടിൽ. അപ്പോൾ വേറെ ഒരു വ്യക്തിയാകട്ടെ നമ്മളെ നോക്കി വളരെ മന്ദസ്മിത തൂകിക്കൊണ്ട് നിൽക്കുകയാണ്, വളരെ പ്രസന്നമായിട്ടുള്ള മുഖഭാവം. നമ്മൾ ആരോടായിരിക്കും ഈ ബസ് പോയോ എന്ന് ചോദിക്കുക? തീർച്ചയായിട്ടും ആ വളരെ പ്രസന്ന മുഖഭാവമുള്ള വ്യക്തിയോടായിരിക്കും. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷന് വളരെ മെയിനായിട്ട് വേണ്ടത്. മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയം കീഴടക്കാനായിട്ട് ഏറ്റവും ആവശ്യം അതാണ്. നമ്മൾ വളരെ സന്തോഷം നിറഞ്ഞൊരു മുഖഭാവത്തോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നു, നമ്മളെ കൂടുതൽ അട്രാക്റ്റീവായിട്ടും തോന്നുന്നത്. ഇനി മൂന്നാമായിട്ട്, ഫോക്കസ് ഓൺ ദം ആൻഡ് നോട്ട് ഓൺ യു എന്നുള്ളതാണ്. പലരും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന, നമ്മളെപ്പോഴും വറീഡാണ് എങ്ങനെ മറ്റേ വ്യക്തി ഒന്ന് ഇമ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ വ്യക്തിക്ക് ഇഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്നോടൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ടാവും, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. അപ്പം നമ്മളെക്കുറിച്ച് തന്നെയാണ്, നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചാണ്
നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചല്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ്. ആ വ്യക്തിയെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക, ആ വ്യക്തി പറയുന്നത് എന്തൊക്കെയാണെന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അതുതന്നെയല്ല, ആ വ്യക്തിയെ നമ്മൾ മിറർ ചെയ്യുക, ആ വ്യക്തി കാണിക്കുന്ന ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നമ്മൾ അയാൾക്ക് കൊടുക്കുക. അയാൾ പറയുന്നതിനൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഞാനിതൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മളും ആ ഒരു ഹാപ്പിനെസ് റിഫ്ലക്റ്റ് ചെയ്യുക. അദ്ദേഹം സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയണമെങ്കിൽ നമ്മളും ഈ ഒരു സങ്കടം റിഫ്ലക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ് പറയണമെങ്കിൽ നമ്മളും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോഴാണ് ആ വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്. ഞാൻ പറയുന്നതൊക്കെ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ വ്യക്തി ഞാൻ പറയുന്നതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, എന്നെ വളരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ എന്നെ ശരിക്കും പരിഗണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആ വ്യക്തിക്ക് തോന്നുന്നത് ആ ഒരു സമയത്താണ്. നമ്മളങ്ങനെ അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളുടെ ആ പ്രവൃത്തികളൊക്കെ ഈ രീതിയിൽ വേണ്ട രീതിയിൽ സന്ദർഭോചിതമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജസിലൂടെ നമ്മൾ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ വേൾഡ് എന്നുള്ളതാണ്. ഞാനും നിങ്ങളുടെ ആ ലോകത്ത്, നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ ആ ഒരു ലോകത്തൊക്കെ, നിങ്ങളുടെ താല്പര്യങ്ങളുടെ ലോകത്തൊക്കെ ഞാനും അതേപോലെ തന്നെ തൽപരനാണ്, എനിക്കും അതൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെയിം പിച്ച് എന്ന് നമ്മൾ പറയത്തില്ലേ, പലരും ഇങ്ങനെ സ്നേഹബന്ധമൊക്കെ തുടങ്ങുമ്പോൾ പറയും നമ്മളപ്പോൾ സെയിം പിച്ചാണല്ലോ, അതായത് നമ്മൾ തമ്മിൽ പല കാര്യങ്ങളിലും ഒരുപോലെയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റുകൾ ഒന്നാണെന്ന് അറിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോടൊരു താല്പര്യം തോന്നുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജസിലൂടെ നമ്മളിങ്ങനെ സെയിം പിച്ചാണ്, ഒരേ ടേസ്റ്റ് ഉള്ളവരാണ്, ഒരേ തൂവൽ പക്ഷികളാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇനി നാലാമായിട്ട് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട വലിയൊരു ഗുണമാണ് നർമ്മരസത്തോടു കൂടെയുള്ള വാക്ചാതുരി. പലർക്കും ഈ രീതിയിൽ നല്ലൊരു വാക്ചാതുര്യം ഉണ്ട്. ആ കൂട്ടത്തിൽ നല്ല നർമ്മരസവും കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു ഹ്യൂമർ സെൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും മനസ്സിൽ കയറി പറ്റും, ആരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പേ ഇല്ല. പലരുടെയും ഒരു പ്രശ്നം, സംസാരിക്കുമ്പോൾ പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഫോണൊക്കെ വിളിച്ചാൽ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുക, എന്താ പിന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല. അവസാനം നമ്മൾ തന്നെ ബോറടിച്ചിട്ട് വെക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇത്തരക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നല്ല തമാശകളൊക്കെ ഇടയ്ക്ക് കൂട്ടി ഇണക്കി, അതിനെല്ലാം അവർക്ക് സബ്ജക്റ്റ് തീരത്തില്ലെന്നുള്ളതാണ്. അവരിങ്ങനെ നിർത്താതെ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു വിഷയം തീരുമ്പോൾ അടുത്ത വിഷയം ഉടനെ സ്പോട്ടിൽ വന്നു കഴിഞ്ഞു, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കാനായിട്ട് വളരെ നല്ല രസമാണ്. വളരെ ക്രിയേറ്റീവായിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്, വളരെ പോസിറ്റീവായിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. അല്ലാതെ ചിലരിങ്ങനെ വളരെ നെഗറ്റീവ് അടുപ്പിച്ച് ഇങ്ങനെ കലബില എന്ന് പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ വെറുപ്പിക്കുന്നവരുണ്ട്. ആ രീതിയിലുള്ളൊരു സംസാരമല്ല. ഇവിടെ നല്ല നർമ്മരസം ഉൾക്കൊണ്ടിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു വാക്ചാതുരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആരെയും നമുക്ക് സംസാരിച്ച് വീഴിക്കാനായിട്ട് പറ്റും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഇപ്പോൾ ചില സെയിൽസ്മാൻമാരെ അല്ലെങ്കിൽ സെയിൽസ് ഗേൾസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിക്കണ്ട എന്ന് വെച്ചാൽ പോലും അവർ നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. അവർ നമ്മളെ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും അത് കൊള്ളാലോ, എന്നാൽ പിന്നെ വാങ്ങിച്ചേക്കാം എന്നോർത്ത് നമ്മൾ പോലും അറിയാതെ ഈ സംഭവം വാങ്ങിച്ചു പോകും. അപ്പോൾ അതുപോലെ വാക്ചാതുര്യമുള്ളവർക്ക് ആരുടെയും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ കയറി പറ്റാൻ വളരെയധികം എളുപ്പമാണ്. ഇനി അഞ്ചാമതായിട്ട് ആരുടെയും ഹൃദയം കീഴടക്കാൻ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ളൊരു ഗുണമാണ് റിലയബിലിറ്റി, അതുപോലെ തന്നെ ഒത്തൻറ്റിസിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ജെന്യൂൻ ആയിട്ടുള്ള, ഒത്തൻറ്റിക് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ വിശ്വാസ്യത, അല്ലെങ്കിൽ നമ്മളെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാം, നമ്മൾ എത്രമാത്രം വിശ്വാസയോഗ്യരാണ് എന്നുള്ള ആ ഒരു റിലയബിലിറ്റിയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. റിലയബിലിറ്റി ഈസ് ദ ഹോൾമാർക്ക് ഓഫ് എ ഡിഗ്നിഫൈഡ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ISI മുദ്രയൊക്കെ കണ്ടിട്ടില്ലേ, അത് എന്താണ്, ഒരു പ്രോഡക്റ്റിൽ ISI മുദ്ര ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് അത്ര നല്ല ക്വാളിറ്റി ഉണ്ട് എന്നറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ ഒരു മുദ്ര ഉണ്ടായിരിക്കും, ഒരു ഹാൾമാർക്ക് മുദ്ര. അതുണ്ടെങ്കിലാണ് അത് ഒറിജിനലാണ്, അല്ലെങ്കിൽ അത് പ്യുവർ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. 100% ശുദ്ധമാണ്, അല്ലെങ്കിൽ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ വിളിച്ചോതുന്ന ഒരു മുദ്രയാണ് ആ ഹോൾമാർക്ക്. എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല പേഴ്സണാലിറ്റിയുടെ, നല്ല ക്വാളിറ്റിയുള്ള പേഴ്സണാലിറ്റിയുടെ ഇതുപോലത്തെ ഒരു മുഖമുദ്രയാണ്, ഒരു ഹോൾമാർക്കാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലയബിലിറ്റി. വിശ്വാസ്യത വേണം. നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വിശ്വാസ്യതയുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം, നിങ്ങൾക്കൊരു പ്രോമിസ് നൽകുന്നു, നാളെ ഞാൻ ആ പ്രോമിസ് ലംഘിക്കുന്നു, അവിടെ ഞാൻ എൻ്റെ തന്നെ വിലയാണ് കളയുന്നത്. കാരണം ഞാൻ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനാണെന്ന് അവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഉളുപ്പില്ലായ്മ, ഇതൊക്കെ ഈ ഒരു റിലയബിലിറ്റിയെ ബാധിക്കുന്ന കേസുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാണ്, അല്ലെങ്കിൽ ഒട്ടും ഉളുപ്പില്ലാതെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒട്ടും മര്യാദയില്ലാതെ പെരുമാറുന്നു, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്, നമ്മളെ ഒരിക്കലും ആർക്കും ആശ്രയിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം എന്ന് വരും. എന്നാൽ നല്ല റിലയബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യുന്ന, വാക്കുകൾ പാലിക്കുന്ന, വളരെ വിശ്വസ്തനായിട്ടുള്ള, ആർക്കും വിശ്വസിച്ച് എന്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന, വളരെ സത്യസന്ധനായിട്ടുള്ള, കാപഠ്യങ്ങളില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഏൽപ്പിക്കും, വിശ്വാസത്തോടു കൂടി തന്നെ. അപ്പോൾ ഈ പറഞ്ഞ 5 ഗുണഗണങ്ങൾ നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരുടെ മനസ്സിലും കയറി പറ്റാൻ പറ്റും, ആരുടെയും ഹൃദയങ്ങൾ കീഴടക്കാനായിട്ട് പറ്റും. തന്നെയല്ല, ഇതൊക്കെ നല്ല വ്യക്തിത്വമുള്ളവരുടെ ലക്ഷണങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.